ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇറങ്ങിയെന്നുള്ളത്. അറിയാത്തവരുടെ കണ്ടോളൂ. ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന ഗെയിം ഇറങ്ങിയിരിക്കുകയാണ്. അത് ചെയ്തത് നമ്മുടെ മാലിയോ തന്നെയാണ്. അതായത് നമ്മുടെ മാലിയോയുടെ ഒരു പുതിയൊരു ഗെയിമാണ് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ. സോ ഇതിൽ വന്നിരിക്കുന്ന ഡിഫറൻസാണ് നമ്മൾ നോക്കുന്നത്, ട്രക്ക് സിമുലേറ്ററും ബസ് സിമുലേറ്ററും. ആദ്യം തന്നെ ആ ഒരു മൾട്ടി പ്ലെയർ മോഡും പിന്നെ ടൂർ മോഡും അവരവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് താഴത്തോട്ട് വരുമ്പോൾ ആ ഒരു മോഡ് എന്നുള്ള ഓപ്ഷൻ പോയിട്ടുണ്ട്. നമ്മൾ തന്നെ ഈ ഒരു പൈസ RP കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കണം. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വണ്ടി മേടിക്കണം. പിന്നെ ഈ ചെറിയ വണ്ടിയാണുള്ളത്. പിന്നെ നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വണ്ടി നമുക്ക് മേടിക്കാം. പിന്നെ ഇതിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം പുതിയൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഇതുണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. തന്നെ ഇതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അടുത്ത ഇതിലോട്ട് പോവാം. 2000 years later. നമ്മളിനി ഓടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇതിൻ്റെ അത് ഓടിക്കുമ്പം വന്നിരിക്കുന്നത് വലുതായിട്ടൊന്നുമില്ല. സെറ്റിങ്സിൽ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ക്യാമറ എല്ലാം ഞെക്കിയാൽ വല്ലതും വരുമോ നോക്കാം. വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ അതൊക്കെ വരുന്നുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുന്നൊന്നുമില്ല. നേരത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ഡിഫറൻസ് കാര്യങ്ങൾ വണ്ടി ഒന്ന് ചേഞ്ചായി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ്. എനിക്കതേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഫറൻസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പോലെയൊക്കെ തന്നെ ഇതാണ്. പിന്നെ സ്റ്റിയറിങ്ങിന് ചേഞ്ചിങ് ഉണ്ട്. സ്റ്റിയറിങ് മാറ്റിയിട്ടുണ്ട്. ട്രക്ക് സിമുലേറ്റർ എന്നാക്കി ആ ലോഗോയും കളഞ്ഞിട്ടുണ്ട്. ഇത് എന്തായാലും അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഇതാണ്. ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെന്താ ഇളകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ഗെയിമിൻ്റെ കുഴപ്പമല്ല കേട്ടോ. മൊബൈലിൻ്റെ കുഴപ്പമാണ്. പിന്നെ വേറെ ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 500 അടിക്കാം. സോ സഹായിക്കുക. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഇത്. അത്യാവശ്യം അടിപൊളി ഗെയിം തന്നെയാണ്. നേരത്തെ ആ ഒരു ബസ് സിമുലേറ്റർ പോലെയൊക്കെ അത് തന്നെയാണ്. അത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടല്ല. എന്തായാലും അടിപൊളി ഗെയിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗെയിമാണ്. നമ്മുടെ ബസ് സിമുലേറ്ററൊക്കെ പോലെ തന്നെയാണ് ഇതും വരുന്നത്. എന്തായാലും പിടിച്ച ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് പഠിക്കേണ്ട എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 400 അടിച്ചിരിക്കുകയാണ്. സോ ഇതിന് കുറച്ച് ഒരു ലൈക്കൊക്കെ നിങ്ങൾ തരണം. ഒരു ലൈക്കല്ല, ലൈക്കൊക്കെ ഒന്ന് തരണം. കാരണം ഇനി നമുക്ക് സപ്പോർട്ട് ചെയ്യണം, പ്ലീസ്. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടി അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.